ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളിയാണ് അസ്ഹറുദ്ദീൻ. അസ്ഹറുദ്ദീനാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി. അസ്ഹറുദ്ദീനാണ്. അസ്ഹറുദ്ദീൻ സൗത്ത് സോണിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അസ്ഹറുദ്ദീൻ ഏത് സോണിൻ്റെ ക്യാപ്റ്റനാണ്? സൗത്ത് സോൺ ക്യാപ്റ്റനാണ്. 2025 സെപ്റ്റംബറിൽ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലാണ് 2025 സെപ്റ്റംബറിൽ ഭൂകമ്പമുണ്ടായത്. അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഗ്രന്ഥമാണ് ദൈവദശകം. ഇതിപ്പോൾ ദൈവദശകം, ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം. ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അപ്പം നിരാമയ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 36 വർഷത്തിന് ശേഷം തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? ജമ്മു കാശ്മീരിലെ ക്ഷേത്രമാണ് ബുദ്ഗാമിലുള്ള ശാരദാ ഭവാനി ക്ഷേത്രം. ശാരദാ ഭവാനി ക്ഷേത്രം 35 വർഷത്തിന് ശേഷമാണ് തുറക്കുന്നത്. 2025 സെപ്റ്റംബറിൽ ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. 2026 ജനുവരിയിൽ നടക്കുന്ന 38ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം വാഹന അപകടങ്ങൾ നടക്കുന്ന എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം? അപ്പോൾ 3ാമത്തെ സംസ്ഥാനമാണ് കേരളം, 1ാമത്തെ സംസ്ഥാനം തമിഴ്നാട്, 2ാമത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാഹന അപകടം തമിഴ്നാട്ടിലും, 2ാമത് മധ്യപ്രദേശിലും, 3ാമത് നമ്മുടെ കേരളം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? ABC ചെയർമാനായിട്ട് നിയമിതനാകുന്ന കരുണേഷ് ബജാജാണ് ABC ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സ്വാതിക് സായിരാജും രംഗറെഡ്ഡ ചിരാഗ് ഷെഡ്ഡിയുമാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.